അമല് 10-500 കൊല്ലം കഴിഞ്ഞാൽ ഈസാ അലൈഹി സ്വലാം വന്നാൽ കവണ കൊണ്ട് യുദ്ധം ചെയ്യും. എല്ലാ മരവും വിളിച്ചു പറയും, ഇന്ന മിൻ ഖൽഫി യഹൂദിയ, എൻ്റെ പിറകിൽ ഇതാ ഒരു ജൂതൻ ഫഖ്തുൽഹു. അപ്പൊ ഈസാ അലൈഹി സ്വലാം വാള് കൊണ്ട് വെട്ടും എന്നൊക്കെ പറയുന്നു. അല്ല, യജൂജ് മഅജൂജ് ഭൂമിയിൽ മുഴുവനും നിറയും. നമ്മൾ പറയുന്നത് മുഴുവനും ഇസ്ലാമിൻ്റെ സത്യതയാട്ടോ. നമുക്ക് ഈ അഹ്ലു സുന്നാൻ്റെ സത്യത കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാൻ പറ്റുള്ളൂ. എന്താ അവിടത്തേക്ക് എത്താത്തത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ നേരം അത് പറയാൻ ഇങ്ങനെ ഓങ്ങുന്നു, പിന്നെ അടുത്തയിലേക്ക് പോവാം. ഇപ്പൊ യജൂജ് മഅജൂജ് ഭൂമിയിൽ മുഴുവനും നിറയും. എന്നിട്ട് പിന്നെ അവർ ഇല്ലാതാവും. അപ്പൊ അവര് ഭൂമിയിൽ കുഴപ്പം വിതക്കുമ്പോൾ ഈസാ അലൈഹി ഇസ്ലാമും സംഘവും തുർക്കിയിലുള്ള, അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ കുസ്തുന്തീനിയ, തുർക്കിയിലുള്ള ജൂതി മലയിൽ തമ്പടിക്കും. ഹദീസാണ്. അപ്പൊ ആളുകൾ പറയും, സംഭരിച്ചു വെച്ച ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ആളുകൾ പറയും, യജൂജും മൗജൂദൊക്കെ പോയിട്ടുണ്ടാകും, നമുക്ക് താഴെ ഇറങ്ങുമല്ലേ. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം സുലൈമാൻ അലൈഹിസ്സലാമിന് ബൽക്കീസിന്റെ സിംഹാസനം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ ഹുദ്ഹുദ് പറവയോട് പറയും, നീ ഒന്ന് താഴെ പോയി നോക്കി വാ, അവിടെ ഇപ്പൊ എന്താണ് ഹാൽ, എന്താണ് ചേലി കോലം, വെള്ളമൊക്കെ താണിട്ടുണ്ടോ, യജൂജും മഅജൂജും ഇല്ലാതെയായിട്ടുണ്ടോ. യാഗ് മഗോഗ് എന്നാണ് യജൂജ് മഅജൂജിന്റെ പേര്. അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പക്ഷി തിരിച്ചു ചെല്ലും. ഹുദ്ഹുദ് തിരിച്ചു ചെല്ലുമ്പോ ഹുദ്ഹുദിന്റെ കാലിന്റെ ചുവട്ടിൽ ചെളി കാണും. വെള്ളമല്ല, ചെളിയാണ് കാണുക. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം പറയും, ഇനി നമുക്ക് ഇറങ്ങാം, കാരണം താഴെ ചെളി കാണുന്നുണ്ട്. ചെളി എപ്പോഴാണ് കാണുക എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് വെള്ളം താഴുമ്പോഴാണ് ചളി ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഇറങ്ങുന്നതാണ്. ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സംഘത്തിന്റെ അരികെ എത്ര വലിയ ലാപ്ടോപ്പ് ഉണ്ടാവും, എന്തൊക്കെ ഈ ഗൂഗിൾ മാപ്പ് സംവിധാനങ്ങൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. കാരണം ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് നെരിപ്പാറ മല കയറുമ്പോൾ പോലും റോഡ് പണിയാണെങ്കിൽ റെഡ് ലൈൻ കാണിക്കുന്നില്ലേ ഗൂഗിളിൽ. ഈ കാലത്ത് ഈ ഹദീസിനെ നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റുക? അപ്പോ 10, 50, 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ലോകഗതി മാറും, സാങ്കേതിക വിദ്യ ഇല്ലാതാകും. അതിന്റെ സൂചന നമ്മൾ കാണുന്നു. 1400 കൊല്ലം മുമ്പ് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒറ്റൊരു ഹദീസ് കൂടെ എന്നിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കും. ലാ തഖൂമു സഅ, ഇത് പറഞ്ഞപ്പോർത്തതാണ്, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർളുൽ അറബി അൻഹാറൻ വ മുറൂജ. നമ്മളൊന്ന് അമർത്തി സ്വലാത്ത് ചെല്ലണം, അത്രയും വലിയൊരു കാര്യമാണ് ഈ സംഗതി. റസൂലുൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തഖൂമു സഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർളുൽ അറബ്, അറേബ്യൻ ഭൂമി മടങ്ങുന്നത് വരെ, അൻഹാറൻ വ മുറൂജ, നദികളായും തോട്ടങ്ങളായും. റസൂൽ 2 കാര്യം പറഞ്ഞിട്ടോ. ഖിയാമത്ത് നാളാവാൻ അടുക്കുമ്പോൾ അറേബ്യയിൽ നദികളും പാർക്കുകളും നിറയും. ഇത് പറയുന്നത് എവിടെ വെച്ചാ? ഇത് രണ്ടുമില്ലാത്ത വരണ്ടുണങ്ങിയ ഉരുക്കിയ ചെമ്പ് പോലെയുള്ള മരുഭൂമിയിൽ വെച്ച്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നദികളും കാടുകളും എന്ന് പറയുന്നതിലേക്ക് മടങ്ങും എന്നാ പറഞ്ഞത്. മടങ്ങും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പണ്ടങ്ങനെ ആയിരുന്നു എന്നാണ്. ഇപ്പൊ എന്താ ജിയോളജിസ്റ്റുകൾ പറയുന്നത്? 10-500 കൊല്ലം കഴിഞ്ഞാൽ ഈസാ അലൈഹി ഇസ്ലാം വന്നാൽ കവണ കൊണ്ട് യുദ്ധം ചെയ്യും. എല്ലാ മരവും വിളിച്ചു പറയും, ഇന്ന മിൻ ഖൽഫി യഹൂദിയ, എൻ്റെ പിറകിൽ ഇതാ ഒരു ജൂതൻ ഫഖ്തുൽഹു. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം വാള് കൊണ്ട് വെട്ടും എന്നൊക്കെ പറയുന്നു. അല്ല, യജൂജ് മഅജൂജ് ഭൂമിയിൽ മുഴുവനും നിറയും. നമ്മൾ പറയുന്നത് മുഴുവനും ഇസ്ലാമിന്റെ സത്യതയാട്ടോ. നമുക്ക് ഈ അഹ്ലു സുന്നാന്റെ സത്യത കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാൻ പറ്റുള്ളൂ. എന്താ അവിടത്തേക്ക് എത്താത്തത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ നേരം അത് പറയാൻ ഇങ്ങനെ ഓങ്ങുന്നു, പിന്നെ അടുത്തയിലേക്ക് പോവാം. ഇപ്പൊ യജൂജ് മഅജൂജ് ഭൂമിയിൽ മുഴുവനും നിറയും. എന്നിട്ട് പിന്നെ അവർ ഇല്ലാതാവും. അപ്പൊ അവര് ഭൂമിയിൽ കുഴപ്പം വിതക്കുമ്പോൾ ഈസാ അലൈഹി ഇസ്ലാമും സംഘവും തുർക്കിയിലുള്ള, അന്ന്
കോൺസ്റ്റാന്റിനോപ്പിൾ, കുസ്തുന്തീനിയ, തുർക്കിയിലുള്ള ജൂതി മലയിൽ തമ്പടിക്കും. ഹദീസാണ്. അപ്പൊ ആളുകൾ പറയും, സംഭരിച്ചു വെച്ച ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ആളുകൾ പറയും, യജൂജും മൗജൂദൊക്കെ പോയിട്ടുണ്ടാകും, നമുക്ക് താഴെ ഇറങ്ങുമല്ലേ. ഇപ്പൊ ഈസാ അലൈഹി ഇസ്ലാം സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ബൽക്കീസിന്റെ സിംഹാസനം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ ഹുദ്ഹുദ് പറവയോട് പറയും, നീ ഒന്ന് താഴെ പോയി നോക്കി വാ, അവിടെ ഇപ്പൊ എന്താണ് ഹാൽ, എന്താണ് ചേലി കോലം, വെള്ളമൊക്കെ താണിട്ടുണ്ടോ, യജൂജും മൗജൂജും ഇല്ലാതെയായിട്ടുണ്ടോ, യാഗ് മഗോഗ് എന്നാണ് യജൂജ് മൗജൂജിന്റെ പേര്. അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പക്ഷി തിരിച്ചു ചെല്ലും, ഹുദ്ഹുദ് തിരിച്ചു ചെല്ലുമ്പോ ഹുദ്ഹുദിന്റെ കാലിന്റെ ചുവട്ടിൽ ചെളി കാണും, വെള്ളമല്ല ചെളിയാണ് കാണുക. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം പറയും, ഇനി നമുക്ക് ഇറങ്ങാം, കാരണം താഴെ ചെളി കാണുന്നുണ്ട്. ചെളി എപ്പോഴാണ് കാണുക എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് വെള്ളം താഴുമ്പോഴാണ് ചളി ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഇറങ്ങുന്നതാണ്. ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സംഘത്തിന്റെ അരികെ എത്ര വലിയ ലാപ്ടോപ്പ് ഉണ്ടാവും, എന്തൊക്കെ ഈ ഗൂഗിൾ മാപ്പ് സംവിധാനങ്ങൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. കാരണം ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് നെരിപ്പാറ മല കയറുമ്പോൾ പോലും റോഡ് പണിയാണെങ്കിൽ റെഡ് ലൈൻ കാണിക്കുന്നില്ലേ ഗൂഗിളിൽ. ഈ കാലത്ത് ഈ ഹദീസിനെ നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റുമോ? അപ്പോ 10, 50, 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ലോകഗതി മാറും, സാങ്കേതിക വിദ്യ ഇല്ലാതാകും. അതിന്റെ സൂചന നമ്മൾ കാണുന്നു. 1400 കൊല്ലം മുമ്പ് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒറ്റൊരു ഹദീസ് കൂടെ എന്നിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കും. ലാ തഖൂമു സ്സാഅ, ഇത് പറഞ്ഞപ്പോർത്തതാണ്, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർദുൽ അറബി അൻഹാറൻ വ മുറൂജ. നമ്മളൊന്ന് അമർത്തി സ്വലാത്ത് ചെല്ലണം, അത്രയും വലിയൊരു കാര്യമാണ് ഈ സംഗതി. റസൂലുൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർദുൽ അറബ്, അറേബ്യൻ ഭൂമി മടങ്ങുന്നത് വരെ, അൻഹാറൻ വ മുറൂജ, നദികളായും തോട്ടങ്ങളായും. റസൂൽ 2 കാര്യം പറഞ്ഞു കേട്ടോ. ഖിയാമത്ത് നാളാവാൻ അടുക്കുമ്പോൾ അറേബ്യയിൽ നദികളും പാർക്കുകളും നിറയും. ഇത് പറയുന്നത് എവിടെ വെച്ചാ? ഇത് രണ്ടുമില്ലാത്ത വരണ്ടുണങ്ങിയ ഉരുക്കിയ ചെമ്പ് പോലെയുള്ള മരുഭൂമിയിൽ വെച്ച്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നദികളും കാടുകളും എന്ന് പറയുന്നതിലേക്ക് മടങ്ങും എന്നാ പറഞ്ഞത്. മടങ്ങും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പണ്ടങ്ങനെ ആയിരുന്നു എന്നാണ്. ഇപ്പൊ എന്താ ജിയോളജിസ്റ്റുകൾ പറയുന്നത്? അറേബ്യയിൽ എങ്ങനെയാ പെട്രോൾ കിട്ടുന്നത്?